ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ലിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈദിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. നമ്മൾ പുതിയ വീട്ടിലെ രണ്ടാമത്തെ ചെറിയ പെരുന്നാളാണിത്. അപ്പോൾ ഇത് ഈദിൻ്റെ ഈവാട്ടോ. ഇന്ന് മെച്ചി നാളെ സ്പെഷ്യലായിട്ട് മെച്ചി ഒരു പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്, ക്യാരറ്റ് പുഡിങ്. വേറെ മോഡലൊരു പുഡിങ്ങാണ്, നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന പുഡിങ്ങാണ്. അപ്പോൾ ഇതേ രാത്രി പുഡിങ്ങൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈദ് ഡേ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പണ്ട് മുതലേ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് തറവാട്ടിലായിരുന്ന സമയത്തൊക്കെ ഈദിൻ്റെ അന്ന് ഉണ്ടാവല് പുട്ടും പഴമാണ്. അതുതന്നെയായിരുന്നു ഇന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് എനിക്ക് അടിച്ചു തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ ഇവരെ എത്തിയിട്ടുണ്ട്. എൻ്റെ പുതിയ ഡ്രസ്സ് നോക്കട്ടെ, കാണിച്ചു. അപ്പോൾ ഇതായിട്ട് ലല്ലുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. പള്ളി കഴിഞ്ഞാൽ ഫോണും കളിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ പെരുന്നാൾക്ക് എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഒരു ബ്രൗൺ ഷെയ്ഡിലായിരുന്നു ഡ്രസ്സ് ഉണ്ടായിരുന്നത്. എൻ്റെതും ബ്രൗൺ ഷെയ്ഡായിരുന്നു ഗൈസ്. മാമത്തിനാ ടേസ്റ്റ് ഉണ്ടോ? എന്നാ ചിക്കൻ ഹണിക്ക് ടേസ്റ്റ് ഉണ്ടോ? ഹണീത്ത്. ഒരു കുട്ടി ഇവിടെ മേക്കപ്പ് ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. മേക്കപ്പ് ചെയ്യാം നമുക്ക്. ഇതിനൊക്കെ മേക്കപ്പ് ഇടണോ? എന്താ രണ്ടേ? ഏത്? ഇങ്ങോട്ട് വാ. ആ, അത് വാനോ? ഇതിക്കൊരു അവ എന്നാ? ഇസ്നന്റെ മൈലാഞ്ചിയോ? എവിടെ? ആ, നോക്കട്ടെ. ഇതായിട്ടെന്നത് നേജന്റെ മൈലാഞ്ചി നോക്കട്ടെ. ഇതായിട്ടെന്നത് ഐലൈനർ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത റെഡിയാക്കാം. റെഡിയായി ഇരിക്കാണ് ഇവിടെ. എൻ്റെ ബ്യൂട്ടി പാർലറിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഇസ്ന ഹായ്. കൺമശി കാട്ടി എടുത്താ കണ്ണിപ്പിക്കാം. കണ്ണു പറഞ്ഞോ? പിന്നെ നമ്മൾ നൈജനെ ഇസ്നെ ഒരുക്കി തറവാട്ടിൽ പോയി. അവിടുന്ന് പപ്പാനും മമ്മനൊക്കെ കണ്ട് മേമുണ്ടാക്കിയ സ്പെഷ്യൽ പായസം ഉണ്ടായിരുന്നു, സേമിയ ക്യാരറ്റ് പായസം. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം വെച്ച് ലാസ്റ്റായിട്ട് പപ്പടം പൊരിക്കുകയാണ്. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഇന്നത്തെ സ്പെഷ്യലായിരുന്നു ചിക്കൻ ഹണീത്ത്. മെച്ചി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് ടൈമാണ് തിന്നാൻ പോകുന്നത്. പിന്നെ ഇതിലേക്ക് സോസ്, മയോണൈസ്, പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ, അങ്ങനെ. അപ്പോൾ നമ്മളിത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കപ്പ് സൈഡ് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ച പുഡിങ് ഇതാ. ഈ പുഡിങ്ങിൽ എനിക്ക് തോന്നി കുറച്ചും കൂടി മധുരമായിരുന്നു, ഏതാ ക്യാരറ്റിൻ്റെ ബോൾസിന്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുഡിങ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മിയും പപ്പിയും വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കൈനോട്ടിന്ന് ഇപ്പിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോയി കുറച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി തിരിച്ച് വന്നപ്പോൾ നെസ്റ്റ് മേമയും വന്നിട്ടുണ്ടായിരുന്നു. നെഫനെ കാണാൻ ഒരു അറബി കുട്ടികളുടെ ലുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് നെസ്റ്റ് മേമക്ക് ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുത്താൽ കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നുബേമയും മോനാപ്പയും സാബിത്താപ്പയും നജമേമയൊക്കെ വന്നു. ഇപ്പം നമ്മളെല്ലാവരും കൂടെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം രാത്രി കൈനോട്ടേക്ക് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. താഴ്ച എന്നാ പോണവന്നാ? അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ കൈനോട്ടേക്ക് പോവാണ്. ഞാൻ കൈനോട്ടിൽ നിന്ന് നേരെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകാൻ എക്സാം ആണല്ലോ. അപ്പോൾ അത് എമ്മച്ചിക്ക് ബൈപ്പാസ് റോഡ് എത്തിയപ്പോൾ വണ്ടി ഓട്ടാനൊരാഗ്രഹം. എമ്മച്ചിക്ക് 4 വീലറിൻ്റെ ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലും എമ്മച്ചി ഓടിക്കാറില്ല. അപ്പോൾ അത് സാബിത്താപ്പാൻ്റെ കീഴിൽ എമ്മച്ചി ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൈനോട്ടിലെത്തി. അവിടെ നിന്ന് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടായിരുന്നു, അത് കുടിച്ചു. പിന്നെ പൂത്തിരി കത്തിക്കുകയാണ് ഇവിടെ എല്ലാവരും. എനിക്ക് ഇത്രയും വ്ളോഗ് ലേറ്റ് ആയത് എന്താണെന്ന് വെച്ചാൽ എക്സാം കഴിഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എക്സാം തുടങ്ങി. അതാട്ടോ വീഡിയോ ഇത്രയ്ക്ക് ലേറ്റ് ആയത്. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ കൈനോട്ടിലെ പെരുന്നാൾ പറയുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ പെരുന്നാൾ പണ്ടൊക്കെ വെച്ചാൽ സേമിയ പായസം ഇവിടുന്ന് കുടിക്കും. അത് കഴിഞ്ഞിട്ട് കൈനോട്ട് പോകുമ്പോൾ ചെറുപ്പയർ പായസം. അതാണ് എൻ്റെ ഒരു പെരുന്നാളിൻ്റെ ഒരു ഇത് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇതൊക്കെയായിരുന്നു എൻ്റെ ഇതിൻ്റെ വിശേഷങ്ങൾ. ഇതൊക്കെ നല്ലപോലെ ആഘോഷിച്ച് വിചാരിക്കുന്നു. അടുത്ത വീട്ടിൽ വരുമ്പോഴേക്കും ബൈ ബൈ.